ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. ജാവാ സ്ക്രിപ്റ്റ് അറിയാം, പിന്നെ എന്തിനാണ് ടൈപ്പ് സ്ക്രിപ്റ്റ്? ഈസ് ടൈപ്പ് സ്ക്രിപ്റ്റ് മാൻഡേറ്ററി ഫോർ റിയാക്ട് ആംഗുലർ ജോബ്സ്? സോ എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഇന്ന് ഈ വീഡിയോനകത്ത് എന്താണ് ടൈപ്പ് സ്ക്രിപ്റ്റ്, എന്തിനാണ് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ജാവാ സ്ക്രിപ്റ്റും ടൈപ്പ് സ്ക്രിപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ടൈപ്പ് സ്ക്രിപ്റ്റ്? ടൈപ്പ് സ്ക്രിപ്റ്റ് എന്നത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു സൂപ്പർ സെറ്റാണ്. അതായത് നമ്മൾ ജാവാ സ്ക്രിപ്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റിനകത്ത് കോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് കിട്ടും. ഇത് കൂടാതെ ടൈപ്പ് സ്ക്രിപ്റ്റ് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി നമുക്ക് തരുന്നുണ്ട്. അതായത് ടൈപ്സ്, ബെറ്റർ എറർ ചെക്കിംഗ്, അതുപോലെ തന്നെ ബെറ്റർ കോഡ് സ്ട്രക്ചർ. ജാവാ സ്ക്രിപ്റ്റിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ കോഡും എഴുതി അത് റൺ ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം. അതായത് റൺ ടൈമിലാണ് എന്തെങ്കിലും ബഗ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാണിക്കുന്നത്. ബട്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് ആവുന്ന സമയത്ത് അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ, നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡെവലപ്പേഴ്സിന് എന്തെങ്കിലും ബഗ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാണിക്കും. ഈ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ബഗ്സ് ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും, അത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കോഡ്, ഇത് ജാവാ സ്ക്രിപ്റ്റിനകത്ത് വാലിഡ് ആണ്, ബട്ട് ലോജിക്കലി റോങ് അല്ലേ? ഇത് റൺ ടൈമിൽ എറർ കാണിക്കും, ആപ്പ് ക്രാഷ് ആവും. ഈ സെയിം കോഡ് തന്നെ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ഇടുകയാണെങ്കിൽ ഇത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനൊരു എറർ കാണിക്കും. അപ്പോൾ ഈ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ എറർ കാണിക്കുന്നതുകൊണ്ട് ഇത് ഫൈൻഡ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ടൈപ്പ് സ്ക്രിപ്റ്റ് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ്ലി ബ്രൗസറിനകത്ത് റൺ ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഈ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഫയൽ ജാവാ സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കൺവേർട്ട് ചെയ്യണം. അതിന് ശേഷമാണ് ഇത് നമുക്ക് ബ്രൗസറിനകത്ത് റൺ ചെയ്യാൻ പറ്റുന്നത്. ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് npm install -g എന്ന് പറഞ്ഞ ബ്ലോഗറായിട്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം index.ts എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഫയൽ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് index.js ആയിട്ട് കൺവേർട്ട് ആവും. ഈ കൺവേർട്ട് ആയിട്ടുള്ള ഈ ഒരു JSൻ്റെ ഫയലാണ് നമുക്ക് ബ്രൗസറിനകത്ത് റൺ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ നമുക്ക് ഫംഗ്ഷനകത്ത് പാരാമീറ്ററും അതുപോലെ റിട്ടേൺ ടൈപ്പും ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനും രണ്ടിനും ടൈപ്പ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സോ ബഗ്സോ കാര്യങ്ങൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് അല്ല വന്നതെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, എറർ കാണിക്കും. നമ്മളൊരു റിയൽ വേൾഡ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ ഒബ്ജക്റ്റിലെ ഓരോ ഫീൽഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുള്ള എന്തെങ്കിലും മിസ്മാച്ച് വരികയാണ്, കൊടുക്കുന്ന ഡാറ്റേനകത്ത് എന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിൽ അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, എറർ കാണിക്കും. ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ബഗ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫൈൻഡ് ചെയ്യാനും അത് സോൾവ് ചെയ്യാനും ഈ ഒരു ടൈപ്പ്, അതായത് ഒബ്ജക്റ്റിനകത്ത് ടൈപ്പ് കൊടുക്കുന്നതിനെ കൊണ്ട് ബെനിഫിറ്റ് ആണ്. കമ്പനീസ് എന്തുകൊണ്ടാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഗ്സ് കുറയ്ക്കാൻ സഹായിക്കും. സോ നമ്മൾ വലിയ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഗ്സ് ഫൈൻഡ് ചെയ്യാനും അത് സോൾവ് ചെയ്യാനും പറ്റും. നമ്മൾ ഓരോ ടൈപ്പും പ്രത്യേകം ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വലിയ കോഡ് ബേസ് നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ടീം വർക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആവും. ഓരോ ഡെവലപ്പേഴ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു കോഡ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പുതിയ വരുന്ന ഒരു ഡെവലപ്പർ ആണെങ്കിൽ ആൾക്ക് ഈ ഒരു കോഡ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും വീണ്ടും ബഗ്സ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ബിൽഡ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ ആംഗുലാറിൽ ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ റിയാക്ട് ഡെവലപ്പേഴ്സിന് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു റിയാക്ട് ഡെവലപ്പർ ആണെങ്കിൽ മസ്റ്റായിട്ടും ടൈപ്പ് സ്ക്രിപ്റ്റ് ലേൺ ചെയ്യുക. ഇത് വെച്ചിട്ട് ഒരു റിയൽ വേൾഡ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക. നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, കാരണം കോഡും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ ചെയ്യുന്നതിലും കുറച്ച് അധികം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ബട്ട് ഇത് നമുക്ക് ഡീബഗ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, സോ ഞാനിപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോനകത്ത് കൂടുതൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം.